അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورفعنا لك ذكرك. صدق الله العلي العظيم. محمد ذكره روح لأنفسنا، محمد شكره فرض على الأمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയമുള്ള സഹോദരങ്ങളെ, ആരെയും പേരെടുത്ത് പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സദസ്സിൽ സംഗമിച്ച ഉന്നതരായ ഉസ്താദുമാർ, മദ്രസയുടെ കാർമ്മികത്വം വഹിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, വിദ്യാർത്ഥികൾ, നാം ഇവിടെ സംഗമിച്ചത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപദാനങ്ങൾ, പ്രകീർത്തനങ്ങൾ പറയപ്പെടുന്ന സദസ്സിലാണ്. ഇതിന് അടിസ്ഥാനമുണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ സ്വഹാബികളുടെ സമീപത്തേക്ക് കടന്നു വരുമ്പോൾ അവർ മുൻകാല പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഏതേതു കൽപ്പനകളെയും ശിരസാ വഹിച്ചുകൊണ്ട് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനോട് സംവദിച്ച കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കലിമത്തായ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സദസ്സിലേക്ക് കടന്നു വന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ആ സംഗമിച്ച സ്വഹാബികളുടെ മുന്നിൽ ഞാനാണ് ആദം സന്തതികളുടെ സയ്യിദെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചത്തിൽ അനേകം മഹത്തുക്കൾ കടന്നുപോയി, അനേകം നബിമാർ കടന്നുപോയി. 1.25 ലക്ഷം വരുന്ന നബിമാരുടെയും 313 വരുന്ന മുർസലിൻ്റെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞാനാണ് എന്ന് സ്വഹാബികളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ 1500 വർഷം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ തൂണേരിക്കടുത്ത് നമ്മുടെ പ്രദേശത്ത് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ചേതോ വികാരം ഒന്ന് മാത്രമാണ്.
ഈ മദ്ഹ് പറയൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന കാലത്തോളം, അള്ളാഹുവിൻ്റെ പേര് ഉയർത്തപ്പെടുന്ന കാലത്തോളം, വറഫഅനാ ലക ദിക്റക, അള്ളാഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഓ നബിയേ, എൻ്റെ നാമം ഉയർത്തപ്പെടുന്ന കാലത്തോളം അങ്ങയുടെ പ്രശസ്തിയെ നാം ഉയർത്തുക തന്നെ ചെയ്യും. വറഫഅനാ ലക ദിക്റക, അതൊരു വലിയ സംഗതിയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുക, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളത് സ്വഹാബികൾ ഏറ്റവും വലിയ ഇബാദത്തായി കണ്ടു നടന്ന കാര്യമാണ്. നമുക്കറിയാം, സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഷാഇറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിയാണ് ഹസ്സാൻ റളിയല്ലാഹു അൻഹു. ഹസ്സാൻ റളിയല്ലാഹു അൻഹു മസ്ജിദിലിരുന്നു കൊണ്ട് കവിത പാടുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടിയ ഹസ്സാൻ മസ്ജിദിലിരുന്നു കൊണ്ട് കവിത പാടുമ്പോൾ മറ ഉമർ ഇബ്നുൽ ഖത്താബ്, സമീപത്തിലൂടെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു നോട്ടാണ്. പള്ളിയിൽ നിന്നാണോ കവിത പാടുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു വീരശൂര പരാക്രമിയാണ്. ഇസ്ലാമിന് വിഘാതം വരുന്ന, എതിർപ്പ് തോന്നുന്ന ഘട്ടങ്ങളിൽ തൻ്റെ വാളുകൊണ്ട് മറുപടി പറയുന്ന ഫാറൂഖാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ വലിയൊരു ആശങ്ക, പള്ളിയിൽ നിന്ന് കവിത പാടുമ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ രൂക്ഷമായൊന്ന് നോക്കി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നിയിട്ടാണല്ലോ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ നോക്കുന്നത്. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബിനോട് മറുപടി പറയുന്നു, റളിയല്ലാഹു അൻഹു, അങ്ങയേക്കാൾ ഉന്നതരായവർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മുന്നിൽ വെച്ച് ഞാൻ മസ്ജിദിൽ വെച്ചുകൊണ്ട് അനേകം മദ്ഹുകൾ പറഞ്ഞ ആളാണ് ഈ ഹസ്സാൻ. അതുകൊണ്ട് ഞാൻ ഈ പള്ളിയിൽ വെച്ച് പാട്ട് പാടുമ്പോൾ അതെൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനിഷ്ടകരമാണെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമീപത്തുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നോക്കുകയാണ്. അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ട്. അനേകം ലക്ഷക്കണക്കിന് ഹദീസുകൾ സമ്മാനിച്ചവരാണ് സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവരൊന്നിങ്ങനെ നോക്കി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കിയപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഹസ്സാൻ പറഞ്ഞത് സത്യമാണ് ഉമറേ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയില്ലേ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പറഞ്ഞൊരു കാര്യമുണ്ട്, അജിബ് അന്നീ, എന്നെക്കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞാൽ, ഖുറൈശികൾ വലിയ കവിത പാടുന്ന ആളുകളാണ്, കാവ്യ സാമ്രാട്ടുകളാണ് ഖുറൈശ്. അവരിൽ ആരെങ്കിലും കവിത കൊണ്ട് എന്നെ എതിർത്താൽ അജിബ് അന്നീ, അതിന് മറുപടി കൊടുക്കണം ഹസ്സാൻ എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതങ്ങ് കേട്ടിട്ടില്ലയോ ഉമറേ? മാത്രമല്ല അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാൻ ഇബ്നു സാബിത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്, അല്ലാഹുവേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ശക്തി നൽകണം അല്ലാഹ്. അത് വല്ലാത്തൊരു വാക്കാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിനെ
ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ശക്തിപ്പെടുത്തണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ സമയം അത് വിനിയോഗിക്കപ്പെടേണ്ടത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹിന് വേണ്ടിയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ഏതെല്ലാം മഹാന്മാർ ഉന്നതമായ മർത്തബകളിലേക്ക് വാസിലായോ അതിൻ്റെ എല്ലാം അസുല് പരതുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. അവരെ അള്ളാഹുവിലേക്ക് കൊണ്ടു ചേർത്തിയ കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ ഒരേ ഒരു ജവാബ് ലഭിക്കും, ഒരേ ഒരു ഉത്തരം ലഭിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വല്ലാത്തൊരു അവലംബമാണ്, വല്ലാത്തൊരു ആശയമാണ്. ലോകത്തിന് ഒരു ഉന്നതമായ കാവ്യശകലം നൽകിയ ഇമാമുനാ മുഹമ്മദുൽ ബൂസീരി റളിയല്ലാഹു അൻഹു, നമ്മളൊക്കെ ഖസീദത്തുൽ ബുർദ കേട്ടതാണ്. ആ ഖസീദത്തുൽ ബുർദയിലെ സാരാംശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആരാണ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെന്ന് നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ ഒരുപാട് മദ്ഹുകൾ പറയുന്നു ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ വരികളെ ഇങ്ങനെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടുന്ന് നമ്മോട് പറയുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താകുന്ന നമ്മോട് പറയുന്നു, ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാം. ഓ മുസ്ലിം സമൂഹമേ, നമുക്ക് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യം ഞാൻ പറയട്ടെ. അന്നലനാ, തീർച്ചയായും നമുക്കുണ്ട്, മിനൽ ഇനായത്തി, പരിഗണനീയമായൊരു വശമുണ്ട്, ആർക്കും തകർക്കാൻ കഴിയാത്ത, ഗൈറ മുൻഹദിമീ, തകർന്നു പോകൂല, നശിച്ചു പോകൂല. അങ്ങനെയുള്ളൊരു അവലംബമുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ന് മഗ്രിബിൻ്റെ ശേഷം ഇവിടെ സംഗമിക്കുമ്പോൾ, ഇന്നലത്തെ പരിപാടിയിൽ സംഗമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വികാരം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ തോരണങ്ങളുണ്ട്, അനേകം അലങ്കരിക്കപ്പെടുന്ന ബൾബുകൾ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നു, ബലൂണുകൾ ഇതാ നിങ്ങളുടെ മുന്നിൽ ആനന്ദം സമ്മാനിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ മദ്ഹിൻ്റെ പാട്ടുകൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കഥാപ്രസംഗം നടക്കാനിരിക്കുന്നു, ഇതിനു വേണ്ടി നമ്മളെല്ലാം സംഗമിച്ചു കൂടുന്നു ഒരേ ഒരു വികാരത്തിനു മുന്നിൽ. ആ വികാരത്തിൻ്റെ അമരസ്മരണയുടെ നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലാതെ ഇരിക്കരുത്. മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അത് തന്നെയാണ് നമ്മുടെ ആധാരം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്നത് ഔലന്നാസി ബി യൗമൽ ഖിയാമ. അന്ത്യനാളിൻ്റെ വല്ലാത്തൊരു സാഹചര്യത്തിൽ ചെമ്പിൻ്റെ തറയിൽ സൂര്യനിങ്ങനെ മുകളിൽ പ്രോജ്വലിച്ച് നിൽക്കുമ്പോൾ ഔലന്നാസി ബി, എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ, അക്സറുഹും അലയ്യ സ്വലാ, അനേകം സ്വലാത്ത് ചൊല്ലിയവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും അധിക സമയങ്ങളിലും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വരേണ്ട ഘട്ടമാണത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആരാണവർ?
സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് അല്ലാഹു പറഞ്ഞതാണ്. സുമ്മർ റിദാ അൻ അബീ ബക്രിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈറിൻ ത്വൽഹത്തിൻ വഅബീ ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമി. 10 സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ലഭിച്ച ശുഭവൃത്താന്തം സ്വീകരിക്കപ്പെട്ട ഈ മഹാന്മാരിൽ രണ്ടാമത് പറയപ്പെടുന്ന നാമം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ തോളിൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രപഞ്ചത്തിൽ എൻ്റെ ശരീരമൊഴിച്ച് എല്ലാത്തിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു മുത്ത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങയുടെ നഫ്സിനേക്കാളും എന്നെ സ്നേഹിക്കണം ഉമറേ. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, എൻ്റെ നഫ്സിനേക്കാളും എൻ്റെ ശരീരത്തെക്കാളും എൻ്റെ ആവശ്യങ്ങളെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എൻ്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ-ആൻ, ഇപ്പോഴാണ് ഉമറേ ഈമാനിൻ്റെ പൂർണ്ണത വരുന്നത്. അത് വലിയൊരു പൊരുളാണ്. നമ്മുടെ ജീവിതത്തെക്കാൾ ഈ പ്രപഞ്ചത്തിലെ സർവസ്വത്തെക്കാളും നാം സ്നേഹിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അടിമകളിൽ ഉന്നതരായ ഒരു മനുഷ്യരുണ്ടെങ്കിൽ നബിമാരെ കടിച്ചാൽ ഒരേ ഒരു ഉന്നതരായ മനുഷ്യരുണ്ടെങ്കിൽ അവരെ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മുഴുവൻ നബിമാരെയും അങ്ങ് കടിച്ചാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉത്തമരായ മനുഷ്യർ അത് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രത്യേകത? ഞാൻ കൂടുതലായി സംസാരിക്കുകയല്ല. എന്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത? അവിടുന്ന് സ്വന്തം ശരീരത്തേക്കാൾ, അതൊരു വാക്കിലുള്ള പ്രയോഗമല്ല, അത് അക്ഷരാർത്ഥത്തിൽ കാണിച്ചവരാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനം മക്കയിൽ വെച്ച് ആ ദൗത്യം ആദ്യം ഏറ്റെടുക്കുന്നു സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ദൗത്യമങ്ങ് ഏറ്റെടുത്തപ്പോൾ ഖുറൈശി പ്രമാണിമാരുടെ മുന്നിൽ പോയി അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെക്കുറിച്ചും പറഞ്ഞപ്പോൾ പ്രമാണികളായ ഖുറൈശികൾക്കത് പറ്റിയില്ല. അവരങ്ങ് അടിക്കാൻ തുടങ്ങി. ഉതുബയെപ്പോലോത്ത വലിയ വലിയ ശത്രുക്കൾ ചെരുപ്പൂരി അടിക്കുകയാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. എത്രത്തോളമെന്നറിയുമോ? ചെരുപ്പിട്ട് ചവിട്ടുകയും ചെരുപ്പൂരി അടിക്കുകയും അങ്ങനെ അടിയേറ്റ് ഭൂമിയിലേക്ക് പതിക്കുകയാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബോധം കെട്ട് വീഴുകയാണ്. മഹാനവറുകൾ മോഹാലസ്യപ്പെട്ട് ബോധരഹിതരായി വീണ് കിടക്കുമ്പോൾ ബനൂ തൈം ഗോത്രക്കാർ വന്ന് ഒരു തുണിയിലെടുത്തുകൊണ്ട് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്.
പറയുകയാണ്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സംഭവം നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നുണ്ട്, സ്വഹാബികളുണ്ട്. ആ കൂട്ടത്തിലിരുന്നു കൊണ്ട് ഖുറൈശികളുടെ മുന്നിൽ സധൈര്യം അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞു. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവരും കടന്നാക്രമിച്ചു. വല്ലാത്ത അവസ്ഥയിൽ വീട്ടിലേക്കെത്തിയപ്പോൾ അവിടുന്ന് ബോധം ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. എല്ലാവരും വിചാരിച്ചു പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അത്രമേൽ പ്രഹരമേൽക്കേണ്ടി വന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വഫാത്തായി എന്ന് കരുതിപ്പോയി എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രയാസം ഉണ്ടായത്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ്. പിതാവാകുന്ന അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു സമീപത്തുണ്ട്, മാതാവാകുന്ന ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ സമീപത്തുണ്ട്. അന്നൊന്നും അവർ ഇസ്ലാമിലേക്ക് വന്നില്ല. അങ്ങനെ ബോധമിങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ, കണ്ണ് തുറന്നു വരുമ്പോൾ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രിയപ്പെട്ട മാതാവ് പറയുന്നു, മോനെ ഒരൽപ്പം വെള്ളമങ്ങ് കുടിക്കണേ. ആ ചോദ്യമൊന്നും അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാതോരം കേട്ടില്ല. ഒരു ചോദ്യമാണ്, മാ ഫുഇല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കരളിൻ്റെ കാതലായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസ്ഥയൊന്ന് പറയണേ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസ്ഥ എന്താണ്? ഞാൻ ഈ സംഭവം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എന്നെ ആക്രമിച്ച കൂട്ടത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആക്രമിക്കപ്പെട്ടോ? വല്ലാത്ത വേവലാതിയാണ്. മാ ഫുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ പറഞ്ഞു, മോനെ നിന്റെ സ്വാഹിബിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊന്നും അറിയൂല മോനെ. എന്നാൽ നിങ്ങൾ ഖത്താബിൻ്റെ മകളോട് ചോദിക്കണം, എന്താണ് എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയെന്ന്. ഖത്താബിൻ്റെ മകളോടും ചോദിക്കുകയാണ്. അവരും പറയുന്നു, എനിക്കറിയൂല. അവർ രണ്ടുപേരും ചേർന്ന് പറഞ്ഞു, ഒന്ന് വെള്ളം കുടിക്കുമോ അബൂബക്കറേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണുകൊണ്ട് കാണാതെ മരിക്കുന്ന ഘട്ടത്തിലാണെങ്കിലും ഈ അബൂബക്കർ വെള്ളം കുടിക്കൂല, ജലപാനം ചെയ്യില്ല. എനിക്കെൻ്റെ ഹബീബിനെ കാണണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് സ്ത്രീകളുടെയും തോളിലായി വേച്ച് നടക്കുന്ന കാലുമായി ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സവിധം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യവാനായി കാണപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷമായി. പിന്നെ വെള്ളം കുടിക്കലായി, വർത്തമാനം പറയലായി, മുഖം പ്രസന്നമായി. ഇതെല്ലാം വരാൻ ഒരേ ഒരു കാരണം, ഒരേ ഒരു വികാരം, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഈമാൻ ഒരു ത്രാസിലും മറ്റു മുഴുവൻ മനുഷ്യന്മാരുടെ ഈമാൻ ഒരു ത്രാസിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ താണു തന്നെ ഇരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട് പറയാനുള്ളത്, ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ. ഏറ്റവും നല്ല അമൽ ഏതാണെന്ന് ചോദിച്ചാൽ അതും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു ദിവസം എത്ര സ്വലാത്ത് ചൊല്ലും? ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലും? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എത്ര സ്വലാത്തുകൾ ചൊല്ലും? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മളൊന്ന് ആലോചിക്കണത്. നമ്മെ വല്ലാതെ സ്നേഹിച്ചുവല്ലോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹത്തിന് വല്ലതും നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ആ സ്നേഹത്തിന് വല്ല ജവാബും നമ്മൾ ചെയ്യുന്നുണ്ടോ? ആ സ്നേഹത്തിന് പരിധികളില്ല. ആ സ്നേഹം വെറുമൊരു പ്രകടനപരതയായിരുന്നില്ല. ഹൃദയത്തിൻ്റെ അകത്ത് നിന്നും നമ്മെ സ്നേഹിച്ചവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതമായ സ്ഥാനത്തെത്തിയപ്പോഴും നമ്മെക്കുറിച്ച് ഓർത്തിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങൾ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ എന്തിനാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്? റബ്ബിൻ്റെ മുഖമൊന്ന് കാണണ്ടേ. അള്ളാഹനെ കാണണമെന്ന് നമ്മുടെ വല്ലാത്തൊരാഗ്രഹമല്ലേ? ദിവസവും 5 നേരം 17 തവണ ചുരുങ്ങിയത് സുജൂദ് റബ്ബിൻ്റെ മുന്നിൽ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യമെന്താണ്? അള്ളാഹുവെന്ന പരമമായ പൊരുളിലേക്കുള്ള സഞ്ചാരമാണ്, ആ റബ്ബിലേക്ക് എത്തലാണ്. എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഹളറത്തിലേക്ക് സഞ്ചരിച്ച ഒരേ ഒരു മനുഷ്യൻ, ഒരേ ഒരു വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. റബ്ബിൻ്റെ മുന്നിലെത്തുമ്പോൾ അവിടുത്തെ ചെരുപ്പ് പോലും അഴിച്ചിട്ടില്ല. മക്കയിൽ നിന്ന് ധരിച്ചു പോയ ചെരുപ്പ് അവിടെയുണ്ട്. റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കാൻ പോകുന്നത്. അത് വല്ലാത്തൊരു മഖാമ് തന്നെ, അത് വല്ലാത്തൊരു സ്ഥാനം തന്നെ. കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വരുമ്പോൾ മഹാനവറുകൾ അള്ളാഹുവിൻ്റെ നൂറ് പതിക്കുന്ന തൂരി സീനാ മനയുടെ സമീപത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹു മൂസ നബിയോട് പറയുന്നു, യാ മൂസ, ഓ മൂസ നബിയെ, ഫഖ്ലഅ് അലൈക്, അങ്ങയുടെ 2 ചെരുപ്പുകളും ഒന്ന് അടിച്ചു വെച്ചേക്കണേ. ഫഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, അള്ളാഹുവിൻ്റെ നൂറ് പതിക്കുന്നൊരു പർവ്വതത്തിലേക്ക് അങ്ങ് ചവിട്ടാൻ പോകുമ്പോൾ 2 ചെരുപ്പുകളൊന്ന് അഴിച്ചു വെക്കണമെന്ന് കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുന്നത് ഖുർആനിൽ കാണാം. എന്നാൽ അള്ളാഹുവിൻ്റെ നൂറ് പതിക്കുന്ന ഇടമല്ല, അള്ളാഹുവിൻ്റെ ഹളറത്ത് തന്നെയാണ്. ആ സമീപത്തേക്ക് ചൊല്ലുന്നു, ലോകത്തിൻ്റെ ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി അലത്ഫാ ജമീഉൽ ഖൽഖി തഹ്താ നിആലിഹി ലദത്തൂരി മൂസാ നൂദി നിഖ്ലഅ വഅഹ്മദു അലൽ ഖുർബി ലം യുഅ്മർ ബിഖൽഇ നിആലിഹി. ഈ സംഭവം ഒരു കവിതയിലൂടെ ഉദ്ധരിച്ചത് പറഞ്ഞതാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അള്ളാഹുവിൻ്റെ മുമ്പിലെത്തലാണല്ലോ. അവിടെ എത്തുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ചെരുപ്പഴിക്കാൻ പറഞ്ഞില്ല. അതേ ചെരുപ്പോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അത്തഹിയ്യാത്തിൻ്റെ മന്ത്രം ഉരുവിടുന്നു. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുലില്ലാ, സകല തിരുമുൽ കാഴ്ചകളും റബ്ബിൻ്റെ സവിധം സമർപ്പിക്കുന്നു മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മറുപടി പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഓ നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങേക്ക് സലാം. അള്ളാഹു പറയാണ്,
ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നു, അള്ളാഹുവേ, എനിക്ക് മാത്രം പോരെ സലാം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നിന്റെ നല്ല അടിമകൾക്കും സലാം വേണം അല്ലാ. നമ്മളെക്കുറിച്ചാണ് പറഞ്ഞേ. ഏറ്റവും വലിയ ഘട്ടത്തിൽ പോലും സ്വശരീരത്തെ പറഞ്ഞിട്ട് നമ്മെ ചേർത്ത് വെക്കുകയാണ്. നല്ല അടിമകളെയും അവർക്കും നിന്റെ സലാം വേണം പടച്ചോനെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇതിനേക്കാൾ അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ സ്നേഹിച്ചതിൻ്റെ ഒരു തെളിവും പറയാനാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹബ്ബത്ത് നമുക്ക് ഏറ്റി നൽകട്ടെ. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ ബഷീർ മാഷ് സൂചന നൽകിയിട്ടുണ്ട്. കഥാപ്രസംഗത്തിനാളെത്തിയിട്ടുണ്ട്, അതാരംഭിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. പക്ഷേ അവസാനിപ്പിക്കേണ്ടി വരുന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമുണ്ടെങ്കിൽ ആ അത്ഭുതത്തിൻ്റെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് അള്ളാഹുവിനെ അറിയണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളത്, അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലലാണ്. നിങ്ങളുടെ മനസ്സിലെ രോഗങ്ങൾ മാറണമെങ്കിൽ, നിങ്ങളുടെ മനസ്സ് തെളിഞ്ഞ് റബ്ബിലേക്ക് വാസിലാകണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളത് പരിശുദ്ധ സ്വലാത്താണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മെ ഓർക്കാൻ അള്ളാഹുവിൻ്റെ റസൂലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സ്വലാത്ത് വഹിച്ചു കൊണ്ടുപോകാൻ സഞ്ചാരികളായ മലക്കുകളുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്വലാത്ത് ചൊല്ലി നാവിൻ്റെ കെട്ടഴിയണം. ഏത് ഘട്ടത്തിലും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ പറ്റണം. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ എന്തിനാണ് മൗലിദ് എന്നതിൻ്റെ ഒരു മറുപടി മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. അയാ മൗലിദൽ മുഖ്താരി ജദ്ദത ശൗഖനാ ഇലാ ഖൈരി മബ്ഊസിൻ ജലീലിൻ ഹവൽ ഫളലാ. അയാ മൗലിദൽ മുഖ്താർ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദേ, നീ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയുമോ? അതൊരു സന്തോഷം തന്നെയാണ്. ജദ്ദത ശൗഖനാ, ഞങ്ങളുടെ ആഗ്രഹത്തെ പുതുമയുള്ളതാക്കിയിരിക്കുന്നു. ഇലാ ഖൈരി മബ്ഊസ്, ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച നബിമാരിൽ ഏറ്റവും ഉന്നതരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചുവല്ലോ. ഓരോ മൗലിദിൻ്റെ വരികളും ഓരോ മൗലിദിൻ്റെ ദിവസങ്ങളും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീടുകളിൽ മൗലിദ് നടന്നില്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മദ്രസകളിൽ മൗലിദ് നടന്നില്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മസ്ജിദുകളിൽ മൗലിദുകൾ നടന്നില്ലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ഒരേ ഒരു കാരണത്തിനു വേണ്ടി, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൽബിലണയണം. അത് കൽബിലണഞ്ഞാൽ പിന്നെ ബേജാറില്ല, പിന്നെ മരണം ഒരു പ്രശ്നമല്ല, ജീവിതം ഒരു പ്രശ്നമല്ല, ഒന്നും ഒരു പ്രശ്നമല്ല. ഒരേ ഒരു ജവാബ് കൽബിനും ഒരേ ഒരു ജവാബ് പ്രയാസത്തിനും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്കത് സാധിക്കണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചുരുങ്ങിയത് 100 അല്ലെങ്കിൽ 1000 ഒന്നും ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടാവരുത്. സ്വലാത്ത് ആവുന്നത്ര ചൊല്ലുക. പ്രിയപ്പെട്ട കുട്ടികളെ സ്വലാത്ത് അധികരിപ്പിക്കുക. എൻ്റെ പ്രായമേറിയ സഹോദരന്മാരെ, സഹോദരിമാരെ, യുവാക്കളെ, വിജയത്തിൽ ഒരു മാർഗമുണ്ടെങ്കിൽ അത് പരിശുദ്ധ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു പാശം, ആ ഒരു കയറ് മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയൊരു ഹ്രസ്വ ഭാഷണം
ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്വലാത്തുല്ലാഹ് അലാ ഹാദി മുഹമ്മദി സലാമുല്ലാഹ് അലാ മദദി മുമജ്ജദി. സ്വലാത്തുല്ലാഹ് അലാ ഹാദി മുഹമ്മദി സലാമുല്ലാഹ് അലാ മദദി മുമജ്ജദി. സ്വലാത്തുല്ലാഹ് അലാ ഹാദി മുഹമ്മദി സലാമുല്ലാഹ് അലാ മദദി മുമജ്ജദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.